മറ്റൊരു ആനയുടെ കാര്യം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വെട്ടിക്കാട് ചന്ദ്രശേഖരൻ എന്ന ആന അവശനിലയിൽ. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തിച്ച കൊമ്പനാണ് എഴുന്നേൽക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നത്. ആ, മനീഷ് മഹിബാൽ ചേരുന്നു. മനീഷ്, ഇതിന് പ്രായാധിക്യമുണ്ട്, വയ്യ, എന്നിട്ടും അതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു എന്നതാണോ പ്രശ്നമായത് മനീഷ്? നിലവിൽ ഇതിന്റെ പ്രായത്തിനെ സംബന്ധിച്ചും ചില തർക്കങ്ങളുണ്ട്. 65 വയസ്സ് ആണെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അതിൽ ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റിൽ ഇതിനെ 70 വയസ്സോളം പ്രായമെന്നാണ് പറയുന്നത് ഈ ആനയ്ക്ക്. അത് ഈ ആനയെ കൊണ്ടുവരുന്നത് ഇന്നലെ രാത്രിയോട് കൂടിയാണ്. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട എഴുന്നള്ളത്തിന് വേണ്ടിയിട്ടാണ് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ വെട്ടിക്കാട് ചന്ദ്രശേഖരനെ എത്തിച്ചത്. ഈ മാവേലിക്കരയിൽ നിന്ന് ഈ ആനയെ ലോറിയിൽ ചെങ്ങന്നൂരിലേക്ക് എത്തിക്കുന്ന സമയം തൊട്ട് തന്നെ ഈ ആന തളർന്നിരിക്കുകയായിരുന്നു. ഇന്നലെ കുഴഞ്ഞു വീണ ആന ഇന്ന് ഇത്രയും നേരമായിട്ടും എഴുന്നേക്കാത്ത രീതി. ഒന്ന് രാവിലെ ആയിരുന്നു ഇതിന്റെ എഴുന്നള്ളത്ത് സമയവും. ഒപ്പം തന്നെ ഈ ആനയെ എഴുന്നേൽപ്പിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും നിലവിൽ ഈ ആനയ്ക്ക് ഈ പ്രായാധിക്യം മൂലമുള്ള പ്രശ്നങ്ങളാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളാണോ എന്നറിയില്ല. ഈ ആനയ്ക്ക് എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല. ഈ നിലവിൽ ഇത് കാരണം രാവിലെ 8-നുള്ള ശീവേലിക്ക് ആന പങ്കെടുത്തില്ല. ആനയ്ക്ക് പ്രായാധികം കാരണമുള്ള അവശതയാണെന്ന് ദേവസ്വം ബോർഡ് സ്വാഭാവികമായിട്ടുള്ള ഒരു അവശതയാണ്. ആനയ്ക്ക് എപ്പോഴും ചില സമയങ്ങളിൽ ആക്റ്റീവ് ആയിരിക്കില്ല. ഇടയ്ക്കൊക്കെ ഉണ്ടാകാറുള്ള ഒരു അസ്വാഭാവികത ഇല്ലാത്ത സംഭവമാണെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച് മൃഗസ്നേഹികൾ, ആക്ടിവിസ്റ്റുകളൊക്കെ പറയുന്നത് ഈ ആനയ്ക്ക് കുറെ നാളുകളാണ്. കഴിഞ്ഞ തവണ മാവേലിക്കരയിൽ ഈ ആനയെ കൊണ്ടുവന്ന സമയത്ത് ആനയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇതെല്ലാം മറികടന്നുകൊണ്ട് ഡോക്ടർമാർ ഈ ആനയ്ക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുകയുണ്ടായി. 2 മാസം മുമ്പ് ഇത് സംബന്ധിച്ച് കൊല്ലത്ത് നിന്നും പരിശോധന. ഒരു കാര്യം ഉറപ്പാണ്, ആനയ്ക്ക് വയ്യ എന്നുള്ളതാണ്. അതിന് വയ്യായിക വെച്ചുകൊണ്ട് അതിനെ എഴുന്നള്ളത്തിന് കൊണ്ടുവന്നു എന്നുള്ളതാണ് മൃഗസ്നേഹികളും നാട്ടുകാരൊക്കെ പറയുന്നത്. എന്തായാലും പ്രായാധിക്യം ഒരു ജീവിയാണല്ലോ, അത് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടെ, പാവം. കാണുമ്പോൾ തന്നെ സങ്കടം വന്നു കിടപ്പ്.